ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സലാം പറഞ്ഞില്ലേ? എന്തേ? അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ, ഇതിലൊരാള് കുറവുണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ നിങ്ങടെ പോയി കോഴിക്കടയ്ക്ക് പോയി ഗൈസ്. അപ്പൊ റേഷിക്ക എവിടെയാന്ന് കൊറേ വട്ടായി എല്ലാവരും ചോദിക്കുന്നു. പോയോ? ലീവ് കഴിഞ്ഞിട്ട് തുടങ്ങി, മുടിയുമ കളിക്കൽ തുടങ്ങി. ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയോ എന്നൊക്കെ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോയിട്ടൊന്നുമില്ല കേട്ടാ. ഇപ്പൊ ശനിയും ഞായറും പണിക്ക് പോയിക്കാണ്. പണിക്ക് പോയിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ആള്, ഞാൻ പറഞ്ഞില്ലേ മുന്നേ കോഴിക്കടയിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ഇപ്പൊ ശനി ഞായറും തിരക്കുണ്ടാവുമല്ലോ കടയിൽ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കടയില് കോഴിക്ക് വില കുറവായ കാരണം തോന്നുന്നു ഇപ്പൊ കടയിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പൊ ശനി ഞായറും കടയിൽ തിരക്ക് ഇത്തിരി കൂടുതലാവും. അപ്പൊ കൂടുതലാവുമ്പോ അവര് വിളിച്ചേക്കട്ടെ. അപ്പൊ കഴിഞ്ഞ ശനി ഞായറും പോയിട്ടുണ്ടായിരുന്നു, ഈ ശനി ഞായറും പോയിട്ടുണ്ട്, ഇന്നലെയും പോയിട്ടുണ്ട്, അപ്പൊ ഇന്നും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടല്ല വീഡിയോയിൽ കാണാത്തത്. ഇന്നിപ്പോ വീഡിയോയിൽ അതാ കാണാത്തത്, ഇവിടെ ഇല്ലാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളും വീട്ടിലത്തെ പണികളൊക്കെ അല്ലേ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലൊന്നും ഇപ്പൊ കാണിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിലൊന്നും കാണാത്തത്. പിന്നെ എവിടേക്കെങ്കിലൊക്കെ പോയേക്കോ, പുറത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങടയിലൊക്കെ പോയേക്കോ വീഡിയോ പിടിക്കുന്ന സമയത്ത്. ഇവന്റെ കുഞ്ഞുവിന്റെ അക്ഷയയിലേക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ ഇനീഷ്യലൊന്നും ഇല്ല. ഓരോന്നില് മുഹമ്മദിന്റെ സ്പെല്ലിങ് തെറ്റ്, മുഹമ്മദ് ഹർഷാദ് എന്ന പേര്, അതിൽ സ്പെല്ലിങ് തെറ്റും ഒക്കെ ഉണ്ട്. ചിലതിൽ ഇനീഷ്യലില്ല. അപ്പൊ അതൊക്കെ റെഡി. ഇനിയിപ്പോ അടുത്ത വർഷം 10ാം ക്ലാസ് അല്ലേ, അപ്പൊ എല്ലാം ക്ലിയർ ആക്കണമല്ലോ ആ സമയമാകുമ്പോഴേക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പോക്കും വരവും, പിന്നെ റേഷൻ കാർഡ് ലൈസൻസിന്റെ കാര്യത്തിനുള്ള പോക്കും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോയിൽ ഇപ്പൊ അങ്ങനെ കാണാത്തത്. പിന്നെ ഇന്നലെ ഇന്നും ശനി ഞായറും കടയ്ക്ക് പോവാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് പോവാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അറിയാലോ, 2 മാസം ചിലപ്പോ വിചാരിക്കുന്നവരുണ്ടാവും 2 മാസത്തെ ലീവിന് വന്നേക്കല്ലേ, അപ്പൊ വീട്ടിലിരിക്കായിരുന്നില്ലേ. മൂപ്പരുടെ ഇഷ്ടത്തിന് തന്നെ കേട്ടോ പോണത്. എന്താ അവര് ആ കടയിലെ മുന്നേ നിന്നിരുന്നു, വാഴാനിയിലാവുമ്പോ ആ കടയിൽ നിന്നിരുന്നത്. അപ്പൊ ആള് നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ആള് ഇങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ പോയതാണ്. പിന്നെ വെറുതെ ഇരിക്കല്ലേ, അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വീഡിയോയിൽ ഇപ്പൊ ഇല്ലാത്തത് കേട്ടോ. അല്ല കുഞ്ഞു? പിന്നെതാ കുഞ്ഞൊന്നും ഇപ്പൊ വീഡിയോയിലേക്ക് വിളിച്ചാ വരുന്നില്ല. ആദ്യമൊക്കെ വീഡിയോയില് നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാച്ചിങ്ങനെ കാണാൻ പറ്റും. കുഞ്ഞുവിന്റെ കുറേ പണികളും കുറെ കുസൃതികളും കളിയും ചിരിയും ഒക്കെ കാണാം. കുഞ്ഞുവിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ വീഡിയോയിലേക്ക് ഒന്നും വരുന്നില്ല. 9ാം ക്ലാസ് ആയി, അവത്തിരി വലിയ ചെക്കനായി. അപ്പോ എന്താ അതിൻ്റെതായ ഒരു മടിയും കാര്യങ്ങളും ഒക്കെ എന്തേലൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ പിള്ളേര് കളിയാക്കണൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാ? പിന്നെ യൂട്യൂബറാന്ന് പറയണതിന് ഇപ്പൊ എന്താ ഒരു കുറച്ചില്ലേ? അതൊക്കെ അവന് ഒരു എന്താ പറയാ, അവര് കളിയാക്കുമ്പോ പിന്നെ വീട്ടില് കുഞ്ഞു എന്നല്ലേ വിളിക്കുക. ഷോർട്സിലൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അതൊക്കെ അവിടെ ചെല്ലുമ്പോ എന്താ പറയാ അവര് കളിയാക്കത്ര. അപ്പൊ അത് കാരണം അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല അല്ലേ. അതൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? ഞാൻ അവനോട് പറയാറുണ്ട് കേട്ടോ, അവര് കളിയാക്കിക്കോട്ടെ, അവർക്ക് കുശുമ്പോ വിചാരിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അവന് അത് കാരണം വരുന്നില്ല കേട്ടാ. പിന്നെയുള്ള വിശേഷങ്ങൾ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലാട്ടൊന്നും, മഴയൊന്നുമില്ല. എന്തിനുള്ള വെയിലാണ് അവ? ഇങ്ങനെ വെയിൽ കാണുമ്പോഴും പേടിയാവും. അന്തരീക്ഷം ഒന്ന് എന്താ പറയാ ഇരുട്ട് കുത്തി മൂടി പിടിച്ചാലും ഇപ്പൊ പേടിയാണ് കേട്ടോ. എന്താണാവോ വരാൻ പോണ് എന്നുള്ളൊരു പേടിയും ഉത്കണ്ഠയൊക്കെയാണ് ഇപ്പൊ. അത് കാരണം ഇപ്പൊ നല്ല വെയിലാ, പുറത്താണാവോ നല്ല മഴയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ കുഞ്ഞു പറയാൻ വന്നു, ഞാൻ മറന്നു. എനിക്കിങ്ങനെ കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലേക്ക് വരും, എന്നിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മറക്കും. ഇപ്പൊ അത് മറന്നു. ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നതായിരുന്നു. എന്താണ് അവിടെ? ഞാൻ മറന്നു ഗൈസ്. എന്റെ കണ്ണ് കണ്ടോ? എന്റെ കണ്ണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ പറയട്ടെ. ഈ കണ്ണിന്റെ ഇതിലും ഒരു വെള്ള കളർ വന്നിക്കുക, ഇതിലും ഒരു വെള്ള കളർ വന്നിക്കുക. അത് എന്താന്ന് അറിയുന്നില്ല. ഈ കൊളസ്ട്രോള് എന്റെ താത്താക്ക് ഉണ്ട് കേട്ടോ. എന്റെ താത്താക്ക് ഇതാ ഇവിടെ ഉണ്ട് ഈ വെള്ള കളറ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അവൾക്ക് നല്ല പരന്നിട്ടുണ്ട്. ഇനി ഇത് പരക്കണം, അവൾക്ക് പേടിയിട്ട് വയ്യ. അങ്ങനെയാണ് അവളുടെ കണ്ണിന്റെ മുകളിലും താഴത്തൊക്കെ കേട്ടാ. എനിക്കിതാ ഇപ്പൊ ഇവിടെ ആദ്യം ഒരു വെള്ളക്കുത്താ വന്നത്. ഇപ്പൊ അതിങ്ങനെ പരന്നിട്ട്
ഇത്തിരി വലുതായിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ അവളോട് ഡോക്ടർ അവിടെ കാണിച്ചപ്പോ പറഞ്ഞത് കൊളസ്ട്രോളിന്റെ ആണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഒരു അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നേ. കണ്ണിന്റെ മേലെ എന്റെ ഇക്കാക്കും ഉണ്ട് കേട്ടോ, മൂത്ത ഇക്കാക്കും ഉണ്ട്, കണ്ണിന്റെ മേലെ ഉണ്ട്. അതെന്താന്ന് ആർക്കും അറിയില്ല. ഒരു വട്ടം അവള് കുറെ ഡോക്ടർമാരെനൊക്കെ കാണിച്ചതാണ്. എന്നിട്ട് പിന്നെ മാറിയൊന്നുമില്ല കേട്ടോ. അത് പരക്കാന്നല്ലാണ്ട് അവളതിലൊക്കെ ഉണ്ട്. എന്താ പറയാ, പരക്കാന്നല്ലാണ്ട് മാറിയിട്ടൊന്നുമില്ല. നമ്മളതിൽ പിന്നെ ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കാശൊന്നും ഇല്ലാത്ത കാരണം ഇനിയിപ്പോ ആയുർവേദ ആശുപത്രിയിലും കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കണമെന്നുണ്ട്. ഇതിപ്പോ തുടക്കല്ലേ, തുടക്കത്തിൽ തന്നെ കാണിച്ച് ചിലപ്പോ മാറിയാലോ എന്നുള്ളൊരിതില് ആയുർവേദത്തിലൊന്നും കാണിക്കണമെന്നുണ്ട്. അവിടെ നമ്മുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ അവിടെ പോയിട്ട് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ഫ്രീ അല്ലേ ഒക്കെ. അല്ല കുഞ്ഞോ? അങ്ങനെ അപ്പൊ കുഞ്ഞോടെ ഒന്ന് ഗോട്ടി കളിക്കട്ടോ. അപ്പൊ ഞങ്ങള് ചോറൊക്കെ തിന്നൂട്ടാ. ചോറ് തിന്ന വീഡിയോ ഒന്നും എടുത്തില്ലെന്ന് വേറെ വിശേഷം. നമ്മൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി ഒക്കെ ഒന്ന് കിട്ടി. അപ്പൊ ഞങ്ങള് ബിരിയാണിക്ക് വെറുതെ അവര് ഇന്ന് ബിരിയാണി വെറുതെ വെച്ചതാണ്. അപ്പൊ അവര് എന്തെങ്കിലും മുന്നേ സ്പെഷ്യൽ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് തന്നു. അപ്പൊ പിന്നെ ഇന്നലെ റഷിക്ക് എവിടുന്ന് കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. റഷിക്കാക്ക് എവിടുന്നാണ് ബിരിയാണി ഞാൻ ചോദിച്ചില്ല. ഇന്നലെ വരുമ്പോ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുലർച്ചെ. ആ സമയത്താണ് വന്നത്. അപ്പൊ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അന്വേഷിച്ചില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കിടന്ന് ഉറങ്ങില്ല ആ സമയത്ത്. അപ്പൊ അതും ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചൂടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു. ചോറൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, എന്താ ഒരു സമാധാനം ഇല്ലേ. 2 മണി ആവാറായപ്പോ ഒരു സമാധാനം ഇല്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇഷമോള് ഇവിടെ ഉണ്ട്. ഇഷമോള് നമ്മുടെ ആഗസ്റ്റ് 15 വരാൻ പോണ സ്വാതന്ത്ര്യ ദിനം. അപ്പൊ അതിനുള്ള പാട്ടൊക്കെ പഠിച്ചു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞില്ല, ഞാൻ അങ്ങനെയൊക്കെ പറയും. പാട്ടെടുത്ത അതിന്റെ 2 പേര്. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. അതുവരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവൾക്ക് നോക്കണം. പിന്നെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അത് നോക്കി പാടാൻ അറിയുള്ളൂ കേട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേണ്ട മിണ്ടണില്ല. ആദ്യമൊക്കെ വീഡിയോ എടുക്കുമ്പോ എന്തൊക്കെ വന്നിട്ട് തൊള്ള പൊളിച്ചിരുന്ന ആളാച്ചിട്ടാ. ഇപ്പൊ മിണ്ടണിതൊക്കെ ഇറക്കിയിട്ട് കിടക്ക്. പിന്നെ വയറിന് കംപ്ലൈന്റ് ഇട്ടാ കുഞ്ഞുവിന്. അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട്. അത് കാരണം ഞാൻ നാറ്റിക്കരുത്, അത് കാരണം പറയുന്നില്ല. അപ്പൊ ഇനി എന്തായാലും നാളെ വയറിനൊക്കെ എല്ലാവർക്കും അസുഖങ്ങൾ വരുമോ? പിന്നെ അതിപ്പോ വയറുള്ളവർക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും. എല്ലായിടത്തും കയ്യിനും കാലിനും വയറിനൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും. ലൂസ് മോഷനാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും കൂട്ടി കഴിയുണ്ടറിയല്ലേ. ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും. ജനകോടികൾക്കു ജീവാമൃതം